ബഹുമാനപ്പെട്ട മേനോൻ സർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, മേനോൻ സാറും സ്വാഗത പ്രാസംഗികനൊക്കെ പറഞ്ഞതുപോലെ ഒരു പ്രഭാഷണം നടത്തുകയല്ല ഞാനിവിടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം. നിങ്ങളുമായി ഒരു ആശയവിനിമയം, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു അഭിമുഖം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതും ഈ പരിപാടിയിൽ പ്രോഗ്രാമിൽ അച്ചടിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മേൽ വലിയൊരു പ്രഭാഷണം നടത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. നിങ്ങൾക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ള ചോദ്യങ്ങൾ എന്താണെന്ന് എനിക്ക് തന്നെ ഒരു ധാരണയുണ്ട്. ധാരാളം കുട്ടികളുമായി, വിദ്യാർത്ഥികളുമായി ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ ആശയവിനിമയം നടത്താറുള്ളതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളിൽ നിന്ന് വരാൻ പോകുന്ന ചോദ്യം എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊന്ന് തുടങ്ങാൻ വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ബഹിരാകാശ വിനോദയാത്ര എന്നൊരു പേരിലാണ് ഞാൻ ഉൾപ്പെടുന്ന ആളുകൾ പോകുന്ന ബഹിരാകാശ യാത്രയ്ക്ക് ഇരിക്കുന്ന പേര്. ഈ അടുത്ത കാലത്തൊക്കെ ആരെങ്കിലുമായി പരിചയപ്പെടുമ്പോഴൊക്കെ അവർ ചോദിക്കാറുള്ള ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് പറയാം എന്തായിരിക്കും, എന്താണ്, എന്നാ പോകുന്നതെന്നല്ലേ. എന്റെ വീട്ടിൽ പോലും ചെന്ന് കഴിഞ്ഞാൽ എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്, എന്നാ അങ്ങ് പോകുന്നതെന്ന്. അപ്പൊ ഞാൻ പറയാറുണ്ട് തമാശയായിട്ട്, കുറച്ചു നാളുകൂടെയൊക്കെ ഇവിടെ ജീവിച്ചിട്ടേ പോകുന്നുള്ളൂ. നമ്മുടെ തേക്കങ്കാട് സാർ ഇവിടെ ഇരിപ്പുണ്ട്. സാറിനറിയാൻ പോകുന്ന ഒരു 1.5 വർഷം മുൻപ് ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ സഞ്ചാരത്തിനൊരു അവാർഡ് നൽകുകയുണ്ടായി. അത് സ്വീകരിക്കുന്നതിന് ചെന്നതോടൊപ്പം തന്നെ ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷന് ഈ ബഹിരാകാശ യാത്ര നടത്തുന്നതിന്റെ അല്ലെങ്കിൽ അതിന് തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പേരിൽ ഒരു ഉപഹാരം നൽകുകയും ചെയ്തു. അപ്പൊ കേരളത്തിലെ പ്രശസ്തനായ ഒരു സംവിധായകൻ, പലരുമുണ്ട്, താരങ്ങളൊക്കെയുള്ള ഒരു വേദിയിൽ വെച്ച് പ്രശസ്തനായ ഒരു സംവിധായകൻ പ്രസംഗിക്കുകയുണ്ടായി. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര സ്പേസിൽ പോവുകയാണ്. അതിന് മുന്നോടിയായി നമ്മളിപ്പോൾ ഒരു സ്വീകരണം കൊടുക്കുകയാണ്. പക്ഷെ ഇത്ര ഒരു പരിപാടിയൊന്നും അല്ല ഇതിന് വേണ്ടത്. അദ്ദേഹം ബഹിരാകാശ യാത്ര നടത്തി തിരിച്ചു വരികയാണെങ്കിൽ അതിഗംഭീരമായ ഒരു സ്വീകരണം നൽകണം. അത് അത്തരത്തില് ധാരാളം ആശംസകൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബഹിരാകാശ യാത്ര നടത്തി തിരിച്ചു വരികയാണെങ്കിൽ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊന്നും ഇപ്പൊ എന്നെ ഭയപ്പെടുത്താതായിരിക്കുന്നു. കാരണം ഇതിനോടകം തന്നെ 2 പരിശീലന പരിപാടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ആദ്യത്തേത് സീറോ ഗ്രാവിറ്റി പരിശീലനം ആയിരുന്നു. സീറോ ഗ്രാവിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അറിയില്ലേ? ഭാരമില്ലാത്ത അവസ്ഥ. അതിന്റെ ശാസ്ത്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മേനോൻ സാറിനെ ഇരുത്തിക്കൊണ്ട് ഞാൻ അതിസാഹസികമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ഞാൻ അനുഭവിച്ച കാര്യം എന്താണെന്ന് പറയാം. സീറോ ഗ്രാവിറ്റി എന്നാൽ ഭാരമില്ലാത്ത അവസ്ഥയാണ്. നമുക്കറിയാം, ഇപ്പോ ഈ ഹോളിൽ അല്ലെങ്കിൽ ഈ മൈതാനത്ത് ഭാരമില്ലാത്തൊരവസ്ഥ ഉണ്ടായാൽ എന്താണ് സംഭവിക്കുക? എന്താ സംഭവിക്കുക? വളരെ ഡീസന്റ് മിടുക്കന്മാരായിട്ടിരിക്കുന്ന നിങ്ങളൊക്കെ പയ്യെ കസേരകളിൽ നിന്ന് പയ്യെ ഉയർന്നു തുടങ്ങും. ചെറിയൊരു കുതിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബലൂൺ പോലെ, ബലൂൺ നമുക്കറിയാം, ചെറിയൊന്ന് തട്ടിക്കൊടുത്താൽ അതിങ്ങനെ പൊങ്ങി പറന്ന് അവിടെ ഇവിടെയൊക്കെ മുട്ടി ചിലപ്പോൾ തിരിച്ച് നിലത്തേക്ക് അല്ലെങ്കിൽ മറ്റു വശങ്ങളിലേക്കൊക്കെ പറന്ന് ഒഴുകി നടക്കും. ഇതേ അവസ്ഥയിൽ നിങ്ങളൊക്കെ ഒഴുകി നടക്കും. നിങ്ങൾ മാത്രമല്ല, ഈ കസേരകളൊക്കെ അവർക്ക് വെച്ചാൽ ഇരുന്നൊന്നും വരില്ല, ഈ മൈക്രോഫോൺ ഉണ്ടാവില്ല, ഈ കുപ്പിയിൽ നിന്ന് ഈ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ചാൽ അത് ഗ്ലാസിനകത്ത് എന്ന് വീഴില്ല, വെള്ളത്തിന്റെ ഒരു ഉണ്ടയായി അതിങ്ങനെ ഒഴുകി നടക്കും. അപ്പൊ ഇങ്ങനെ വളരെ രസകരമായ ഒരു അവസ്ഥയാണ് ഭാരമില്ലാത്ത അവസ്ഥ. അത് കൃത്രിമമായി ഒരു വിമാനത്തിനകത്ത് സൃഷ്ടിക്കുകയും ബഹിരാകാശ യാത്രയ്ക്ക് പുറപ്പെടുന്ന ആളുകൾക്ക് സ്പേസിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഈ ഭാരമില്ലായ്മയെ നേരിടുന്നതിനുള്ള പരിശീലനം നൽകുകയുമായിരുന്നു സീറോ ഗ്രാവിറ്റി പരിശീലനത്തിൽ ആദ്യം ചെയ്തത്. ഒരു പ്രത്യേകതരം ബോയിങ് വിമാനത്തിൽ
അമേരിക്കയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് അവിടുത്തെ ഷട്ടിൽ ലാൻഡിംഗ് ഫെസിലിറ്റി, നമുക്ക് ഈ ബഹിരാകാശ യാത്രയെ കഴിഞ്ഞ് ഷട്ടിലുകൾ തിരിച്ചിറങ്ങുന്ന ഫെസിലിറ്റിയാണ് ഷട്ടിൽ ലാൻഡിംഗ് ഫെസിലിറ്റി. അവിടെ നിന്ന് വിമാനം പറന്നുയർന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ വെച്ച് വളരെയേറെ ഉയരത്തിലേക്ക് വിമാനത്തെ പറത്തിക്കൊണ്ടുപോയതിനു ശേഷം ഇത് കുത്തനെ താഴേക്ക് പതിപ്പിക്കുന്നു, വീഴിക്കുന്നു, വീണ്ടും അത് മുകളിലേക്ക് കുതിച്ചുയരുന്നു, വീണ്ടും വീഴുന്നു. ഇത്തരം മലയാളാക്ഷരത്തിലെ ഗ എന്ന അക്ഷരത്തിന്റെ ഒരു ഷേപ്പില് ഇതിങ്ങനെ നിരന്തരം ഈ വിമാനത്തിന്റെ വീഴ്ചയിലാണ് ഈ സീറോ ഗ്രാവിറ്റി ഉണ്ടാകുന്നത്. ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഭൂമിയുടെ ആകർഷണമാണ്, നിങ്ങൾക്കറിയാം. ജി അല്ലെ, ജി ഈസ് ഈക്വൽ ടു വാട്ട്? അറിയാം, 9.8 മീറ്റർ. അപ്പൊ ഇതേ വേഗത്തിൽ വിമാനം താഴേക്ക് വീഴുമ്പോ ഈ രണ്ട് വേഗത, ഈ സ്പീഡ് അല്ലെ, ഇത്രയും 9.8 മീറ്റർ പെർ സെക്കൻഡ് ഏതാണ്ട് അതിന് തുല്യമാകും. നമുക്കറിയാം, ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുന്നവർക്കറിയാം, ഒരു പന്ത് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോ, അല്ലെങ്കിൽ പൊങ്ങി പറന്ന ഒരു പന്ത് താഴേക്ക് വീഴുമ്പോൾ നമ്മൾ പിടിച്ചെടുക്കുന്നത് ഇങ്ങനെ ബലമായിട്ടൊക്കെ പിടിക്കുകയല്ല, കൈ ആ കൂടെ തന്നെ നമ്മൾ ചലിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഒരു ചുടുകട്ട രണ്ടാം നിലയിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ നമ്മൾ പിടിക്കുമ്പോൾ അപ്പൊ നമുക്ക് ഭാരമില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അതിന് ഭാരമില്ലാത്തൊരു ഒരു ഫീൽ നമുക്കുണ്ടാകുന്നു. ഇത് തന്നെ ഇത്തരത്തിലുള്ള ഒരവസ്ഥ വിമാനത്തിനകത്ത് സൃഷ്ടിക്കുകയും ഈ സമയത്ത് നമുക്ക് പരിശീലനം നൽകുകയാണ് ചെയ്യുന്നത്. അത് വളരെ രസകരമായ ഒരു പരിശീലനമായിരുന്നു. കുറച്ചേറെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമെങ്കിൽ കൂടി 3 ദിവസത്തെ ഒരു പരിശീലനമായിരുന്നു. അത് ഭംഗിയായിട്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇതിന്റെ ഈ ഭാരമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കുമ്പോൾ വിമാനത്തിനകം സാധാരണ വിമാനത്തിനകം പോലെ തന്നെയല്ല, സീറ്റുകളില്ലാതെ ഒരു കുഴല് പോലെ വിമാനത്തിനകം പ്രത്യേകിച്ച് ഒരു ഉപകരണങ്ങളില്ലാതെ കിടക്കും. അതില് പരിശീലനം നേടുന്ന സമയത്ത് നമ്മൾ ഈ പറക്കലിനിടയിൽ ബാക്കി 2 ദിവസങ്ങളിൽ ക്ലാസ് റൂം സെഷനുകളും മറ്റതിന്റെ തിയററ്റിക്കൽ ക്ലാസ്സുകളും ഒക്കെയാണ് എടുക്കുക. നമ്മൾ പോയി മലർന്ന് കിടക്കും. എന്നിട്ട് ഈ ഭാരരഹിതമായ അവസ്ഥ ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് പയ്യെ അതിനകത്തുനിന്ന് ഉയർന്ന് പറന്നു തുടങ്ങാൻ പറ്റും. പറക്കുക മാത്രമല്ല, നമുക്ക് എന്തഭ്യാസവും കാണിക്കാം. കറങ്ങാം, പമ്പരം പോലെ കിടന്ന് കറങ്ങുന്നവരുണ്ട് അതിനകത്ത്. ചിലര് വെള്ളം ഒക്കെ എടുത്ത് ചില അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നു. ചിലരുടെ അഭ്യാസം ഛർദി എന്നുള്ളതായിരുന്നു. കാരണം ഈ കറക്കത്തിനിടയ്ക്ക് പലരും ഛർദ്ദിക്കാൻ തുടങ്ങും. ഛർദ്ദിക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും ഛർദ്ദിച്ചിട്ടുണ്ട്, ഞാനും തരക്കേടില്ലാത്ത രീതിയിൽ ഛർദ്ദിച്ചു. ഈ ഛർദ്ദിക്കുന്നത് തന്നെ കലാപരമായിട്ട് വേണമെന്നുള്ളതാണ് ഇതിനകത്ത് ഒരു പ്രധാന കാര്യം. പരിശീലനം വേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത്രയും പേര് ഇതിനകത്ത് ഛർദ്ദിച്ചാലുള്ള അവസ്ഥ എന്നാലോചിക്കുക. ഇവരും ഭാരമില്ലല്ലോ, ഒഴുകി നടക്കും, പറന്നു നടക്കും. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് സ്യൂട്ടിൽ പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതിനകത്തേക്ക് പ്രത്യേക രീതിയിൽ അത് മുകളിലേക്കൊക്കെ ഛർദ്ദിക്കാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം താഴേക്ക് പോകണമെങ്കിൽ ഭാരമുള്ളതുകൊണ്ടാണല്ലോ താഴേക്ക് പോവുക, ഭാരമില്ലാത്തടത്ത് അതും രക്ഷയില്ല. അപ്പൊ അങ്ങനെ ഏത് കാര്യത്തിലും, ഏത് ചെറിയ നിസാര കാര്യത്തിലും ഭാരമില്ലായ്മ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കുകയായിരുന്നു ഈ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഏതായാലും തളർന്ന അവശരായി ആവശ്യത്തിലധികം ഛർദ്ദിച്ച് എല്ലാവരും വിജയകരമായിട്ട് തന്നെ പരിശീലനം പൂർത്തിയാക്കി. ഞങ്ങൾ 12 ആളുകളും അവർക്ക് പരിശീലനം നൽകുന്നതിനുള്ള മെഡിക്കൽ ടീമും അല്ലാതെ എല്ലാവരും കൂടി ചേർന്ന് ഒരു 20 പേരും, പിന്നെ ഫ്ലൈറ്റിന്റെ പ്രധാന പൈലറ്റ്സും അതിന്റെ മിഷൻ ഡയറക്ടർ, അങ്ങനെയുള്ള ആളുകൾ എല്ലാം കൂടി ചേർന്ന ആളുകളായിരുന്നു ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. ആദ്യഘട്ടം അങ്ങനെ പൂർത്തിയായി. അടുത്ത പരിശീലനത്തിനുള്ള വിളി വന്നത് ഈ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പാണ്. അത് ജി ടോളറൻസ് പരിശീലനം എന്നാണ് അതിന് പേരിട്ടിരുന്നത്. സീറോ ഗ്രാവിറ്റി വളരെ ആസ്വാദ്യമായ ഒരു പരിപാടിയായിരുന്നതുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടെ തന്നെ ജി ടോളറൻസിലും പങ്കെടുക്കാൻ ഇവിടുന്ന് പുറപ്പെട്ടു. ഞങ്ങൾ 6 പേരാണ് ഉണ്ടായിരുന്നത് ജി ടോളറൻസ് പരിശീലനത്തിന്. ജി ടോളറൻസ് പരിശീലനം എന്ന് പറഞ്ഞാൽ സീറോ ഗ്രാവിറ്റിയുടെ നേരെ എതിർ ആയിട്ടുള്ള അവസ്ഥയിൽ നമ്മൾ എത്തുന്നു. അതായത് സീറോ ഗ്രാവിറ്റിയിൽ ഭാരമില്ലാതെയാകുകയാണെങ്കിൽ മറ്റേ പരിശീലനത്തില് നമ്മളുടെ ഭാരം പല മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സ്പേസിലേക്ക് ഒരു ബഹിരാകാശ വാഹനം കുതിക്കുമ്പോൾ നമുക്കറിയാം, ഭൂമി അതിനെ താഴേക്ക്, ഏത് വസ്തുവിനെയും താഴേക്ക് ബലത്തോടെ താഴോട്ട് വലിക്കുകയാണ്.